നമുക്കറിയാം ദ ഓൾഡ് ഗ്ലോറിയസ് മാൻ കാരിച്ചാൽ മൂന്നാം ട്രാക്കിലൂടെ തുഴഞ്ഞു വരേണ്ട കാഴ്ച. അത് മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഒന്നാം ട്രാക്കിലൂടെ നിരണം, രണ്ടാം ട്രാക്കിലൂടെ സെന്റ് പയസ് 10th, മൂന്നിലൂടെ കാരിച്ചാൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. ചരിത്രമുറങ്ങുന്ന പമ്പാ നദിയുടെ നെട്ടായത്തിലൂടെ മൂന്ന് ജലരാജാക്കന്മാർ അങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ നമുക്കറിയാം വയറിന്റെ കാളലും കാലിന്റെ വേദനയും വ്യതയും മറന്നവർ മൂന്ന് ജലരാജാക്കന്മാർ അങ്ങനെ മുന്നോട്ട് കുതിക്കുമ്പോൾ ഇവിടെ ഉപമിക്കുവാൻ വാക്കുകളില്ല. ഉടലെടുക്കുന്ന വീരേതിഹാസങ്ങൾ എഴുതുവാൻ രസനകളില്ല. അതെ, അവർ പാഞ്ഞെടുക്കുകയാണ്. ഒന്നിലൂടെ നിരണം, രണ്ടിലൂടെ സെന്റ് പയസ് 10th, മൂന്നിലൂടെ കാരിച്ചാൽ. ചരിത്രം എഴുതുന്ന മൂന്ന് ജലരാജാക്കന്മാർ അങ്ങനെ ഈ പമ്പാ നദിയുടെ നെട്ടായത്തിലൂടെ കടന്നു വരുന്ന സുന്ദരമായ കാഴ്ച. ഒന്നിലെ നിരണത്തിന് ചരിത്രമുണ്ട്, രണ്ടിലെ സെന്റ് പയസ് 10th ചരിത്രമുണ്ട്, മൂന്നിലൂടെ കടന്നു വരുന്ന കാരിച്ചാലിന് ചരിത്രമുണ്ട്. അങ്ങനെ ചരിത്രമുള്ള ജലരാജാക്കന്മാർ കടന്നു വരുമ്പോൾ ജലോത്സവ പ്രേമികൾ ഒന്നടങ്കം പറയുകയാണ്, കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോടിയിൽ ഞങ്ങളുടെ ജീവനിരിപ്പു. അത് ആരെയും അതിശയിപ്പിക്കുന്ന ജീവന്റെ തുടുപ്പുള്ള മൂന്ന് ജലരാജാക്കന്മാർ ഈ പമ്പയുടെ നെട്ടായത്തിലൂടെ കടന്നു വരുമ്പോൾ ആരെയും ഭാവഗായകരാക്കുന്ന മൂന്ന് ജലചക്രവർത്തിമാർ കടന്നു വരുന്നു. ഒന്നിലൂടെ നിരണം, രണ്ടിലൂടെ സെന്റ് പയസ് 10th, മൂന്നിലൂടെ കാരിച്ചാൽ. ചരിത്രമുള്ള വള്ളങ്ങൾ, പേരുകേട്ട വള്ളങ്ങൾ, പേരുകേട്ട ടീമുള്ള വള്ളങ്ങൾ അങ്ങനെ ചരിത്രം എഴുതിക്കൊണ്ട് പമ്പയുടെ നെട്ടായത്തിലൂടെ കടന്നു വരുമ്പോൾ തുടർന്നുള്ള വിവരണത്തിന് വേണ്ടി മൈക്ക് ഡി സജി ഹരിപ്പാടിന് കൈമാറുന്നു. നന്ദി. ശ്രീ വിഷ്ണു മഹാദേവികാട് ചുണ്ടൻ വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഒന്നാം ട്രാക്കിൽ NCDC ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ കടന്നു വരുന്നു. മൈറ്റി ഓട്സിന്റെ നിരണം കടന്നു വരുന്നു. KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള ബിബിൻ ജിപ്പുങ്കൽ ലീഡിംഗ് ക്യാപ്റ്റനായിട്ടുള്ള